ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. നിങ്ങൾക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഒരു ഫുൾ ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് 1 kg ചിക്കനാണ് കേട്ടോ. ചിക്കൻ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ വരങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് വെക്കണം. അപ്പോൾ അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസുള്ള തക്കാളി. പിന്നെ അതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലിയില കുറച്ച് അധികം ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, ഈ സുർക്കയിൽ വേണം അരിഞ്ഞ് കിട്ടാനായിട്ട്. ഇനി അതിലേക്കുള്ള മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മുളകിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിനനുസരിച്ചൊക്കെ മുളക് ഇടുക കേട്ടോ. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരങ്ങിട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിലേക്കൊക്കെ ആയിട്ട് നന്നായിട്ട് മസാല തേക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ വേണം മസാല തേച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ മസാല തേച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ഒരു 3 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം. നമ്മൾ തലേന്ന് തേച്ചിങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മസാല പിടിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ തലേന്ന് തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ, അപ്പോൾ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഓയിൽ മതിയാവും. ഞാൻ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ചിക്കന് വെച്ച് അതിലിട്ട് കൊടുക്കുമ്പോൾ താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ 2 കാലും ഒരു നൂല് എന്തെങ്കിലും വെച്ചിട്ട് കെട്ടി കൊടുക്കണം. നമ്മൾ പൊരിച്ച് കഴിയുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കെട്ടി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ചിക്കന് വെച്ച് കൊടുക്കാം. നമ്മളിതിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഈ ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഓയിലിൽ കിടന്നിട്ട് വേണം ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിത് വിസിലൊന്നും ഇടാൻ പാടില്ല, ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റാണ് ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അധികം പ്രഷറുള്ളതാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അധികം പ്രഷർ കുറഞ്ഞ ഒരു കുക്കർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം വിസിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊന്ന് നെരിയിച്ചെടുക്കണം. നമ്മൾ ഈ എണ്ണയിൽ ഇട്ടിട്ട് വേണം ഇത് നെരിയിച്ചെടുക്കാൻ. ഇത് ഓൾറെഡി കുക്ക്ഡാണ്, ഇനി നമുക്ക് നെരിയിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ നെരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ മാറ്റുക. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഓയിലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ജസ്റ്റ് ചിക്കൻ ഒന്ന് നെരിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത ആ ഓയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ഇനി ഈ തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മസാലേൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഗ്രേവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മസാലേൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുറച്ച് ഗ്രേവിയിലേക്ക് 1 ടീസ്പൂണിന് മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റാട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചിട്ട് കിട്ടുന്ന നമ്മുടെ ചിക്കൻ്റെ വെള്ളം ഉണ്ടാവും, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ നെരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രേവി കുറച്ചായിട്ട് മുകളിലേക്കൊക്കെ ആക്കിയിട്ട് മുഴുവനായിട്ട് ഈ ചിക്കനിൽ സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഗ്രേവിൻ്റെ മുഴുവൻ ടേസ്റ്റും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. കുറച്ച് ടൈം എടുത്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചൂട് കൊടുക്കുന്നത് തന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുക്കർ ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അധികം പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.